അമ്മയുടെ ഉദരം മുതൽ എന്നെ തിരഞ്ഞെടുത്ത് ദൈവസഭയുടെ 103ാമത് കൺവെൻഷൻ വേദി വരെ അനർഹമായ അനേകം അവസരങ്ങൾ നൽകി ചേർത്ത് പിടിച്ച ദൈവത്തിന് 1000 നന്ദികൾ ഈ രാത്രികാലം അർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ഈ പൊതുയോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യനും ഞാൻ ജ്യേഷ്ഠ സഹോദരതുല്യം സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവസഭയുടെ ചർച്ച് ഗ്രോത്ത് മിഷൻ്റെ ഡയറക്ടർ കൂടെയായ പാസ്റ്റർ വൈ ജോസ്, അനുഗ്രഹീതമായ ഈ പ്രസ്ഥാനത്തിന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ സമാധാരണീയനും അപ്പോൾ തന്നെ ദൈവസഭയിലും ശുശ്രൂഷയിലും എൻ്റെ അഭ്യുദയം കാംക്ഷിക്കുകയും ചെയ്യുന്ന ദൈവസഭയുടെ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ വൈ റജി, സൗത്ത് ഏഷ്യയിലുള്ള ദൈവസഭകളുടെ അനുഗ്രഹീതനായ തേരാളി, അപ്പോൾ തന്നെ ദൈവസഭയുടെ കേരള സ്റ്റേറ്റിൽ ദീർഘവർഷങ്ങൾ സ്റ്റേറ്റ് ഓവർസിയറായി സേവനമനുഷ്ഠിച്ച അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ, സൗത്ത് ഏഷ്യയുടെ റീജിയണൽ സൂപ്രണ്ടൻറ്റ് റവറൻ CC തോമസ് സാറ്, അസിസ്റ്റൻറ്റ് ഓവർസിയർ ഡോക്ടർ ഷിബു കെ മാത്യു, സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ശ്യാംകുട്ടി മാത്യു, കൗൺസിൽ മെമ്പേഴ്സ്, നിലവിലെ കൗൺസിൽ മെമ്പേഴ്സ്, നിയുക്ത കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, സീനിയർ പാസ്റ്റേഴ്സ്, എനിക്ക് പിറകാലെ അനുഗ്രഹീതമായ ഈ വേദിയിൽ വചനം സംസാരിക്കേണ്ടതിന് അനുഭവം കൊണ്ടും ആഴമായ അറിവ് കൊണ്ടും എന്നേക്കാൾ ശുശ്രൂഷയിൽ തിളങ്ങുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ഡോക്ടർ വിജു ഫിലിപ്പ്, ഡോക്ടർ ഷിബു തോമസ്, അനുഗ്രഹീതമായ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്ന ദൈവസഭയുടെ കൊയർ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാഴ്സനേജിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് ഈ വേദി എന്നും വൈകാരികമാണ്. ദൈവസഭയുടെ നേതൃത്വത്തോട് തികഞ്ഞ ബഹുമാനത്തോടെ ഒരു പദം, എൻ്റെ പ്രായത്തേക്കാൾ അധികം ദൈവസഭയിൽ ശുശ്രൂഷ പരിചയമുള്ള എൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ അനേക മാതാപിതാക്കൾ ഈ വേദിയിൽ, ഈ സദസ്സിലിരിപ്പുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനകളുടെ ഫലമായി തലമുറകളിലൊന്നായി ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇന്നുവരെ ദൈവസഭയുടെ നേതൃത്വങ്ങൾ ശുശ്രൂഷയിൽ ചേർത്ത് പിടിച്ച അവസരങ്ങൾ നൽകിയ എല്ലാ ദൈവദാസന്മാർക്കും, വിശേഷിച്ച് ഞാനിവിടെ നോക്കുമ്പോൾ എന്നെ ശുശ്രൂഷയിൽ ഒത്തിരി അവസരങ്ങൾ നൽകിയ ദൈവദാസന്മാർ, എൻ്റെ പിതാവിനോടൊപ്പം ശുശ്രൂഷിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ, ഞാൻ ഗുരുതുല്യം ബഹുമാനിക്കുന്ന ദൈവദാസന്മാർ, എൻ്റെ സ്നേഹിതർ, നിങ്ങളെല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഒരു പദം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരമരുന്ന് മുതൽ ഈ മിനറൽ വാട്ടർ വരെ അനുഭവിച്ച എല്ലാ നന്മകളുടെയും പുറകിൽ വിശ്വാസ സമൂഹത്തിൻ്റെ സ്നേഹവും കരുതലും എന്നുമുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ പ്രതിനിധികളായി വേദിയിലുള്ള പ്രിയ ജോസഫ് മറ്റത്തുകാലി അച്ചായൻ, CP ചായൻ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം GCCയിൽ പ്രവർത്തിക്കുന്ന ബഹ്റിൻ്റെ ഓവർസിയർ ജോർജ് വർഗീസ്റ്റാനെ കാണുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബഹുമാനത്തോടെ ഒരു തിരുത്ത്, ഞാൻ അസിസ്റ്റൻറ്റ് റീജിയണൽ സൂപ്രണ്ടൻ്റ് അല്ല, അസിസ്റ്റൻറ്റ് ടു റീജിയണൽ സൂപ്രണ്ടൻ്റാണ്. തിരിച്ച് ചെല്ലേണ്ടതായതുകൊണ്ട് ഇത് പറഞ്ഞേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എത്ര പേരുണ്ട്? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ അനുഗ്രഹീതമായ ഒരു ചിന്ത നമ്മുടെ ഓവർസിയറുടെ പ്രാർത്ഥനാ മുറി കർത്താവ് നൽകി. ദൈവദാസന്മാർ പലരുമായും സംസാരിക്കുമ്പോൾ പലരുടെയും വാക്കുകളിൽ കേട്ട ഒരു ചിന്ത, കത്താൻ പ്രയാസമുള്ളൊരു വിഷയമായിരുന്ന കത്തൽ കൂടിക്കൂടി കർത്താവിൻ്റെ വരവ് പോലും കത്തലിന് പുറത്തെത്തിയോ എന്ന് ചിന്തിക്കേണ്ട കാലത്ത് സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ വൈ റജി ദൈവസഭയെ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലേക്ക് ഒരാഴ്ച കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുറപ്പുള്ളവർ കഴിഞ്ഞ 2-3 വർഷങ്ങൾ കർത്താവിൻ്റെ വരവ് എപ്പോൾ എന്നുള്ളതായിരുന്നു സംവാദ വിഷയം.
പ്രീ ആണോ, മെഡീവൽ ആണോ, പോസ്റ്റ് ആണോ, പ്രീറാത്താണോ, മില്ലേനിയം ആണോ? അതായിരുന്നു ഒരു കാലഘട്ടം ചർച്ച. എന്നാൽ ഇപ്പോൾ കർത്താവിന് രണ്ടാം വരവ് ഉണ്ടോ എന്ന ഒരു ചിന്ത സംവേദന വിഷയമായി തീരുന്ന ഒരു കാലത്ത് എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്നുറപ്പുള്ള, വായികളെ തുറന്ന്, എൻ്റെ കർത്താവ് മടങ്ങി വരും എന്നുറപ്പുള്ള ഒരു കൂട്ടം ജനം ഇന്നു രാത്രി ഇവിടെ നിൽക്കുമ്പോൾ സാത്താന്യ കോട്ട കൊത്തളങ്ങൾക്ക് ഞങ്ങൾക്ക് കൈമാറാനുള്ള മുന്നറിയിപ്പ് ഞങ്ങളുടെ പ്രാണനാഥൻ കടന്നു വരും. ആമേൻ. എനിക്ക് ലഭിച്ച സബ് ടോപ്പിക് ദ സെർട്ടനിറ്റി ഓഫ് ക്രൈസ്റ്റ് റിട്ടേൺ എന്ന പദമാണ്. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉറപ്പ്. ക്രിസ്തുവിൻ്റെ വരവ് ഒരു വാർത്തയല്ല, അതൊരു വാഗ്ദാനമാണ്. ക്രിസ്തുവിൻ്റെ വരവ് ഒരു കഥയല്ല, അതൊരു സത്യമാണ്. ക്രിസ്തുവിൻ്റെ വരവ് നമുക്ക് ഭയമല്ല, അതൊരു പ്രത്യാശയാണ്. ക്രിസ്തുവിൻ്റെ വരവ് വിളിച്ചറിയിക്കുന്നത് എൻ്റെ സമയത്തെയല്ല, പകരം ദൈവത്തിൻ്റെ സമയത്തെയാണ്. ക്രിസ്തുവിൻ്റെ വരവിനെ ഉറപ്പുള്ളവർക്ക് അതിൻ്റെ ഉറപ്പ് എന്തെന്ന് പ്രസംഗിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യകതയില്ല. എങ്കിലും ഞാൻ അതിനെ ഒരു സംഭവവുമായിട്ടൊന്ന് ചേർത്ത് വെക്കാം. ഭാരത് രത്ന സർ ചന്ദ്രശേഖര വെങ്കട്ടരാമൻ, CV രാമൻ എന്നറിയപ്പെടുന്ന, ശബ്ദത്തെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും പഠിച്ച ഭാരതത്തിൻ്റെ അഭിമാനമായ ശാസ്ത്രജ്ഞൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ഏഷ്യൻ വംശജൻ. 1918 1925 ഇടയിൽ നടത്തിയ 2 യാത്രകൾക്കകത്ത് ഉരുത്തിരിഞ്ഞ അസാധാരണമായ 2 സത്യങ്ങൾ ശാസ്ത്രലോകത്ത് അദ്ദേഹം കൈമാറി. 1921 കൽക്കട്ടയിൽ നിന്ന് ലണ്ടനിലേക്ക് താൻ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ, മെഡിറ്ററേനിയൻ കടലിലൂടെ തൻ്റെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ, അതിനകത്ത് കയറിയിരിക്കുന്ന ഓരോരുത്തരും സമുദ്രത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ CV രാമൻ സാറ് അദ്ദേഹത്തിൻ്റെ കണ്ണുടക്കിയത് സമുദ്രത്തിൻ്റെ നീലിമയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ബാൽക്കണി പോയിരുന്ന് കട്ടൻ കാപ്പിയും കുടിച്ച് കൊച്ചുമത്തി ചാടുന്നത് നോക്കിക്കൊണ്ട് പലരും ഇരിക്കുമ്പോൾ തലയിൽ ആൾതാമസമുള്ളവൻ കടലിൻ്റെ വെള്ളത്തിൻ്റെ നീല നിറം എങ്ങനെ വന്നു എന്ന് പഠിച്ചു. ആ പഠനം 1928 CV എഫക്റ്റ്, പ്രകാശ സംശ്ലേഷണ നിമിത്തം സംഭവിക്കുന്ന സമുദ്രത്തിൻ്റെ ജലത്തിൻ്റെ നിറത്തെക്കുറിച്ചുള്ളൊരു പഠനമായി പുറത്തു വന്നു. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. 2ാം ഭാഗം. അതിനുശേഷം ദില്ലിയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് താൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്കകത്ത് ഒരു രാത്രി സമയം വിജനമായ ഒരു കാട്ടിലൂടെ ആ ട്രെയിൻ യാത്ര ചെയ്യുന്നു. ആ ട്രെയിനിലുള്ള സകല യാത്രക്കാരും ഒരുപോലെ ഉറങ്ങുന്ന സമയം ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ആ മാന്യ വ്യക്തി ആ ട്രെയിനിൻ്റെ ജനാലയ്ക്ക് സമീപം ഇരുന്നു കൊണ്ട് ട്രെയിനിൻ്റെ താളം തൻ്റെ ചെവിയിൽ ഒപ്പിയെടുക്കുകയാണ്. പെട്ടെന്ന് താൻ ചാടി എഴുന്നേറ്റു. അപായ ചങ്ങല വലിച്ചു നിർത്തി. ട്രെയിൻ അവിടെ നിന്നു. ട്രെയിനിൻ്റെ അകത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ ഓടിയെത്തി. എന്തിനാ നീ അപായ ചങ്ങല വലിച്ചത്? താൻ പറഞ്ഞു, അധികം ദൂരമല്ലാതെ മുമ്പിൽ ഒരു അപകടം പതിയിരിക്കുന്നു. ഉടനെ അവർ ചോദിച്ചു, എന്താ സാർ താങ്കൾ അങ്ങനെ പറയുന്നത്? അല്ല, മുമ്പിൽ ഒരു അപകടം പതിയിരിക്കുന്നു. അദ്ദേഹം ആരെന്നറിയാവുന്ന ഇൻസ്പെക്ടർ പെട്ടെന്ന് RPFന് നിർദ്ദേശം നൽകി. അവർ ചെന്ന് നോക്കുമ്പോൾ 800 മീറ്ററിനപ്പുറം സാമൂഹ്യ വിരോധികൾ ആ പാളം തകർത്തിട്ടിരിക്കുകയാണ്. ഉടനെ മടങ്ങി വന്ന് ബഹുമാനത്തോടെ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, സാർ താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരു ഉൾവിളിയാണോ? താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി ആ പാളം തകർന്നു കിടക്കുന്നു എന്ന്? അദ്ദേഹം പറഞ്ഞു, ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആ ശബ്ദമുണ്ടല്ലോ, അത് ആ ട്രെയിൻ യാത്ര ചെയ്യുന്ന യാത്രയുടെ മൊമെന്റമും ആ ട്രെയിനിന്റെ ചക്രവും പാളവും തമ്മിൽ
അതിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഉരസയ്ക്കകത്ത് ആ ഫ്രിക്ഷൻ്റെ അകത്ത് പുറത്തു വരുന്ന താളത്തിനും ഒരു പരസ്പര ബന്ധമുണ്ട്. ഞാൻ ദീർഘസമയമായി അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്പസമയങ്ങളായി അതിൻ്റെ താളം തെറ്റി തുടങ്ങുന്നു. താളം തെറ്റിയത് കിടന്നുറങ്ങി ആരും അറിഞ്ഞില്ല. പക്ഷെ അറിവുള്ളവന് മനസ്സിലായി, ഇത് അധിക നേരം എത്ര ഭംഗിയായി ഓടിച്ചാലും ലോക്കോ പൈലറ്റിന്റെ കയ്യിൽ നിൽക്കാത്തതൊന്ന് ഈ യാത്രയിൽ മുമ്പിലുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്കുള്ള ഉറപ്പ്, വചനമകത്തേക്ക് കൈമാറിയ സത്യങ്ങൾ അറിയാവുന്നവന് ഇന്നു രാത്രി അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവൻ വിളിച്ചു പറയും, മുമ്പിൽ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. അത് തിരിച്ചറിയുന്നവർ ആ വായ്കളെ തുറന്ന് ഒരറ്റം മുതൽ ഒരറ്റം വരെ സമൂഹം കേൾക്കട്ടെ. തിരുവല്ല പട്ടണം നടുങ്ങട്ടെ. എന്റെ നാഥൻ വരാറായി. എനിക്ക് ചുറ്റും ഞാൻ കാണുന്നത്, എനിക്ക് ചുറ്റും ഞാൻ കേൾക്കുന്നത്, ചിലതൊക്കെ താളം തെറ്റുമ്പോ, എത്ര സാമർഥ്യത്തോടെ മുമ്പോട്ട് പോയാലും താളം തെറ്റുമ്പോ, കുടുംബത്തിന്റെ താളം തെറ്റുമ്പോ, തലമുറകളുടെ താളം തെറ്റുമ്പോ, കാലാവസ്ഥകളുടെ താളം തെറ്റുമ്പോ, കൃപയുള്ളവൻ തല ഉയർത്തി തുറന്നു പറയണം, എന്റെ വീണ്ടെടുപ്പ് അടുത്തു. കരങ്ങളെ ചേർത്തടിച്ച് ആമേൻ പറഞ്ഞേ. സ്തോത്രം. സമയം വളരെ മുമ്പിലേക്ക് ഓടുന്നു. തിരുവല്ലയിലെ ക്ലോക്കിന് പോലും ഏലിയാ വ്രതത്തിന് മുമ്പിൽ ഓടിയതിനേക്കാൾ വേഗതയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ യോഹന്നാൻ അപ്പോസ്തലനെ എനിക്ക് വിളിക്കാൻ താല്പര്യം, an apostle of divine assurance, ദൈവിക ഉറപ്പുകളുടെ അപ്പോസ്തലൻ. അത് പറയാൻ കാരണം, താൻ എഴുതിയ സുവിശേഷത്തിലും ലേഖനത്തിലും വെളിപ്പാടിലും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് താൻ എഴുതിയ 3 വാക്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം. സുവിശേഷത്തിൽ നിന്ന് ആ വാക്യം പറയുമ്പോൾ അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറയണം. യോഹന്നാൻ 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ചേർന്ന് പറയണേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, ചേർന്ന് പറഞ്ഞേ, നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. താൻ ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 2:28 ഇങ്ങനെ പറഞ്ഞു, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. തീർന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവൻ വീണ്ടും എഴുതി, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. വിശദീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു വാക്ക് ഞാൻ പറയാം. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തിടത്തൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. വളരെ ഭക്തിയോടെ 500ഓളം പുരുഷാരം എടുക്കപ്പെടുന്ന യേശുക്രിസ്തുവിനെ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോ അവരുടെ ആഗ്രഹം അങ്ങ് ഞങ്ങളോടൊപ്പം ഇരിക്കണമെന്ന. പോകുമ്പോ പറഞ്ഞതും, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്നുവാ. അങ്ങനെ നോക്കി നിൽക്കുമ്പോ അവരുടെ പ്രത്യാശയായ ക്രിസ്തുവിനെ അവരുടെ കണ്ണിൽ നിന്നും മറച്ചത് ഒരു പദം എങ്ങനെയുണ്ട്? ഒരു മേഘം അവനെ മൂടിയിട്ട്, അല്ലേ? ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കണ്ണുകളിന് മറഞ്ഞു. ഒരു ദൂത് ഞാൻ പറയാം. എടുക്കപ്പെടുമ്പോ ഒരു മേഘം മൂടി കണ്ണിന് മറഞ്ഞെങ്കിൽ മൂടിയ മേഘത്തെ വാരിയെടുത്ത് കാലിൽ ചവിട്ടി ഒരാമേൻ പറയാൻ പറ്റുന്നുണ്ടോ? ഒരു ദൂത് ഞാൻ പറയാം. എല്ലാവർക്കും ഒരു മടങ്ങി വരവുണ്ട്. മൂടിയ മേഘങ്ങളെ വാരി കാലിൽ
ചവിട്ടുന്ന ഒരാമേൻ പറഞ്ഞ് മേഘങ്ങളെ വാഹനമാക്കി എന്റെ യേശു ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരുടെ തിരഞ്ഞെടുപ്പ് രസകരമാണ്. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു 12 പേരെ അടുക്കലേക്ക് വിളിച്ചു. എങ്ങനെയാ വിളിച്ചതെന്നറിയാമോ? ബോധിച്ചവരെ. ചേർന്ന് പറഞ്ഞേ, ബോധിച്ചവരെ. ഒരു ദൂത് ഞാൻ അവിടെ പറയാം. എന്റെ യേശുവിന് ബോധിച്ചാൽ അവൻ നിനക്ക് പേരിടും. ഓ ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ സമൂഹത്തിൽ എല്ലാരെയും ബോധിപ്പിക്കാൻ പറ്റില്ല. ബോധിച്ചവരെക്കാൾ അധികം ബോധിക്കാത്തവരാണ് കൂടുതലും. പക്ഷെ യേശുവിന് ബോധിച്ചാൽ 12 പേർക്ക് അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു. തീർന്നില്ല. സ്തോത്രം. മർക്കോസ് 3:17 ശിഷ്യന്മാരുടെ പേരെഴുതുമ്പോ വീണ്ടും ഒരു 3 പേർക്ക് യേശു സർനെയിം മാറ്റി. ഒന്ന് പറഞ്ഞേ, യേശു സർനെയിം മാറ്റി. സർനെയിംഡ് എന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ശീമോനെ പത്രോസ് എന്ന് വിളിച്ചു. യാക്കോബിനെ യോഹന്നാനെ ചേർത്ത് ബോവനേർഗസ് എന്ന് വിളിച്ചു. കേൾക്കണം, ആയിരക്കണക്കിന് ആൾക്കാരുടെ നിന്ന് 12 പേർക്ക് പേരിട്ടവൻ അതിൽ നിന്നും ഒരു 3 പേരുടെ ടൈറ്റിൽ വീണ്ടും മാറ്റി. ഒരു ദൂത് ഞാൻ ആത്മാവിൽ പറയാം. ചിലതിന്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യണമെന്ന് ആത്മാവ് തീരുമാനിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ ടൈറ്റിൽ ചേഞ്ച് ചെയ്യണമെന്ന് സ്വർഗം തീരുമാനിച്ചാൽ അതിനെ തടയാൻ കഴിയുന്ന ഞാൻ ഇന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലതിന്റെ ടൈറ്റിലുകൾ തിരിക്കും. ബോധിച്ചവന്റെ ടൈറ്റിലുകൾ തിരിക്കും. ബോധിച്ചവന്റെ ടൈറ്റിലുകൾ തിരിക്കും. സാധ്യതയില്ലാത്ത മേഖലകൾക്കകത്ത് ആത്മാവ് ചിലതിന്റെ ടൈറ്റിൽ തിരിക്കും. ചില തലമുറകളുടെ ടൈറ്റിലുകൾ തിരിയട്ടെ. സമൂഹം ചാർത്തിക്കൊടുത്ത ചിലര് ചേർന്ന് ചാർത്തി തന്ന ചില ടൈറ്റിലുകളുടെ മേൽ ആത്മാവിന്റെ കരം ചലിക്കട്ടെ. ഒരാമൻ കരം ഉയർത്തി പറഞ്ഞാട്ടെ. അപ്പം ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് 12 പേര് അപ്പോസ്തലന്മാർ. 3 പേരെ മാറ്റിയെടുത്തു. സ്പെഷ്യൽ സർനെയിം കൊടുത്തു. ഒരാമേൻ പറ. അതിനുശേഷം ഈ 3 പേരിലും മറ്റാർക്കും ലഭ്യമാകാത്ത 3 പൊസിഷനുകൾക്കകത്ത് യേശു തമ്പുരാൻ യോഹന്നാനെ കൊണ്ട് നിർത്തി. യോഹന്നാനെ കൊണ്ടുവന്ന് യേശു തമ്പുരാൻ നിർത്തി. ഒന്ന്, ആ 3 ഭാഗം ഞാൻ അങ്ങ് പറയാം. വിശദീകരിക്കാൻ കഴിയുന്നത് വിശദീകരിക്കാം. 3 ഭാഗം. ഒന്ന്, അവൻ യേശു ക്രിസ്തുവിന്റെ മാറോട് ചാരിയിരിക്കാനുള്ള അവസരം. അതൊരു വൈകാരികതയുടെ ശബ്ദമാണ്. 2, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അടുക്കൽ നിന്ന് ക്രിസ്തുവിനോട് സംസാരിക്കാനുള്ള അവസരം. അതൊരു പൂർണ്ണതയുടെ ശബ്ദമാണ്. 3, ആരുമില്ലാതെ ഏകാന്തതയിൽ പത്മോസിൽ പോയിരുന്ന് തമ്പുരാനോട് സംസാരിക്കാൻ ഒരു അവസരം. അത് മഹത്വത്തിന്റെ ശബ്ദമാണ്. ഒരാമേൻ പറഞ്ഞേ. അതിന്റെ 1-ാം ഭാഗത്തേക്ക് ഞാനൊന്ന് കയറാം. ഈ 3 ഭാഗം മറ്റാർക്കും ലഭ്യമാകാത്തത് ലഭിച്ചത് കൊണ്ടാണ് യോഹന്നാൻ ഇത്രയും ഉറപ്പ്. ആമേൻ. മറ്റാർക്കും ലഭിക്കാത്തത് എന്തേലും കർത്താവെങ്കിൽ എന്ന് അനുഭവിച്ചവരുണ്ടെങ്കിൽ, നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവന്റെ ഉറപ്പാകരുത്. നിന്നെ കൊണ്ടുവന്ന വഴി നിനക്കുറപ്പുണ്ടെങ്കിൽ, ഒരു സാധ്യതയില്ലാത്തിടത്ത് സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റാർക്കും ഇല്ലാത്തൊരു ഉറപ്പ് നിനക്ക് വേണം. ആമേൻ, 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 ആമേൻ. നിൽക്കട്ടെ, ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു പോകട്ടെ. ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിന്റെ മാറോട് ചാരി ഇരിക്കാനുള്ള
അവസരം. അവിടെ ഇരുന്നപ്പോഴാ യോഹന്നാൻ 14:3 മാറത്ത് ചാരിക്കിടക്കുമ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ പോകും, പോയിട്ട് സ്ഥലമൊരുക്കും, നിന്നെ കൊണ്ടുപോകും. അടുത്തിരുന്ന് കേട്ടതാ. മാറോട് ചാരി കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ക്രിസ്തുവിൻ്റെ ഹാർട്ട് ബീറ്റ് ചെവിയിൽ എണ്ണിയെടുക്കാനുള്ള അവസരം. ക്രിസ്തുവിൻ്റെ മാറോട് ചാരി ഇരിക്കാൻ, ക്രിസ്തുവിൻ്റെ ഹാർട്ട് ബീറ്റ് എണ്ണിയെടുക്കാൻ. അവിടെ ഒരു ദൂത് ഞാൻ പറയട്ടെ. Those who stay close to his heart hear his deepest assurances. ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്ന്, ക്രിസ്തുവിൻ്റെ ചങ്കിനോട് ചേർന്നിരിക്കുന്നവന് മറ്റാർക്കും ലഭ്യമാകാത്ത വിശേഷ ഉറപ്പുകൾ ലഭിക്കും. ഇരിക്കാനാണല്ലോ താല്പര്യമില്ലാത്ത. യേശു ഇരിക്കുമ്പോ 13-ാം അധ്യായത്തിലെ ഇങ്ങനെ ഇരിക്കുമ്പോ 22-ാം വാക്യത്തിൽ 21-ാം വാക്യത്തിൽ യേശു പറഞ്ഞ വാക്ക് എൻ്റെ ഭാഷയെ പറയുക, 1-2 കാര്യങ്ങൾ ചേർത്ത്. രത്തഞ്ചയവും ഗ്ലോറിയും കാൽവറിയും വിക്ടറിയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഇരിക്കുന്നതിൽ ഒരുത്തൻ എനിക്കിട്ട് പണിതിട്ടായിരിക്കുന്നതെന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ആരും കൈ പൊക്കരുത്, അടുത്തുള്ള ആൾക്കത് ക്ഷീണോ. പക്ഷെ യേശുവിന് അറിയായിരുന്നു കൂടിരിക്കുന്നവൻ പണിതിട്ട ഒരാമയും പറഞ്ഞു. അന്ന് 12-ൽ 1 ഇന്ന് പണിയാത്തവര് 12-ൽ 1 ഉള്ളെന്നുള്ളതാണോ? അപ്പൊ 22-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിച്ചത് ആരാന്ന് ചോദിക്കാൻ. അത് ആരാന്ന് യേശുവിനോട് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചോദിച്ചു, ആരാ. യേശു മൈൻഡ് ചെയ്തില്ല. അപ്പോ പത്രോസ് ആംഗ്യം കാട്ടിയെന്ന 23-ാം വാക്യത്തിൽ 22-ാം വാക്യത്തിൽ കിടക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഒരു പദമുണ്ട്, യോഹന്നാൻ മാറോട് ചേർന്നിരുന്നു. അവന് ചോദ്യമില്ല. സത്യം, യോഹന്നാന് പ്രസൻസ് ഇരിക്കുന്നവന് ചോദ്യമില്ല. നീ എന്നാ വേണേലും ചോദിച്ചോ, നീ എന്നാ വേണേലും ചോദിച്ചോ. ഞങ്ങളുടെ നാട്ടിൽ പറയും കല്ലി വല്ലി. ഇനി ഇപ്പോഴത്തെ ഒരു യുഗം തന്നെ ഹൂ കെയേഴ്സ് യുഗമാണ്. പോട്ടെ, കൺവെൻഷൻ പേജ് അതൊന്നും എടുക്കണ്ട അല്ലേ, സ്വത്രം. അപ്പൊ ചോദിച്ചു, പത്രോസിന് മനസ്സിലായി ഏറ്റവും വലിയ വെളിപ്പാടൊക്കെ എൻ്റെ കയ്യിലാണേലും ഞാൻ ചോദിച്ചാൽ പറയാത്തതും മാറോട് ചാരി ഇരിക്കുന്നതും പറയും, ചോദിച്ചാൽ പറയും. രാമൻ പറയണേ. ഉടനെ പത്രോസ് ആംഗ്യം കാണിച്ചു. ആംഗ്യം കാണിക്കാൻ കൃപയുള്ളവനായിരുന്നു പത്രോസ്. ആംഗ്യം കാണിച്ചു പറഞ്ഞു, നീ ചോദിക്കാൻ പറഞ്ഞു. യോഹന്നാൻ ചോദിച്ചു, കർത്താവേ ആരാ? കർത്താവ് ചെയ്ത് കേൾക്കണോ? പറയുക മാത്രമല്ല, തൊട്ടും കാണിച്ചു. ഒരാമൻ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ. അതാണ് ദ പവർ ഓഫ് ഇൻറ്റിമസി. യോഹന്നാൻ ഉറപ്പ് കിട്ടിയത് ഈ ഇൻറ്റിമസിക്കകത്ത് നിന്നുകൊണ്ടാ. ഒരാമൻ പറഞ്ഞു, ഈ ഇൻറ്റിമസിക്കകത്താ യോഹന്നാൻ ഉറപ്പ് കിട്ടിയേ. ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഉറപ്പ് പ്രസംഗം എനിക്ക് കൈമാറുന്നതല്ല. ആ സാന്നിധ്യത്തിനകത്തിരിക്കുന്നവൻ ഒരു കാര്യം അറിയാം, എൻ്റെ അരുമനാഥൻ വരും, അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകും. Come on, put your hands together. കരങ്ങളെ ആടിച്ചൊരാമൻ പറയാൻ പറ്റുമോ? Oh Jesus. പ്രാർത്ഥനാ മുറിയിൽ ആ ഉറപ്പ് ലഭ്യമായ ദൈവദാസന്മാരെ, പ്രാർത്ഥനാ മുറിയിൽ ആ ഉറപ്പ് ലഭിച്ചവരെ, കരമുയർത്തി ഒന്ന് പറഞ്ഞ്, എൻ്റെ അരുമനാഥൻ വരും. 2, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സമീപം നിന്നുകൊണ്ടാണ്. അത് വോയിസ് ഓഫ് കംപ്ലീഷൻ ആണ്. 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 2 പേർ അവൻ്റെ അടുക്ക വന്നു. ഒരുത്തൻ വന്നത് കുത്താൻ, ഒരുത്തൻ വന്നത് ഒടിക്കാൻ. എന്ന് പറഞ്ഞ ആരൊക്കെയാ? ഒരുത്തൻ വന്നത് കുത്താൻ, ഒരുത്തൻ വന്നത് ഒടിക്കാൻ. തൊപ്പിയൊക്കെ വെച്ച് വരുമ്പോഴേ ഓർത്തോണം, ഗുണത്തിനല്ല, ഒന്നീ കുത്ത് അല്ലേ ഒടിക്കൽ. എൻ്റെ സന്തോഷം, ഓടിക്കാൻ സമ്മതിച്ചില്ല. എന്ത് ചെയ്തു? ഓടിക്കാൻ എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. പക്ഷെ കുത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഉണ്ടോ നിങ്ങൾ?
സ്വത്രം. ചില കുത്തല് കർത്താവ് ഏൽപ്പിച്ചിട്ടാ. അത് നീ എത്ര ഉപവാസവിനും തട്ടിയാലും മാറത്തില്ല, ചങ്കത്ത് തന്നെ കയറും. ഒരാമയും പറഞ്ഞേര്. പക്ഷേ കുത്തുന്ന കാര്യവും ഒടിക്കുന്ന കാര്യവും 33 34 വാക്യത്തിൽ 19 അധ്യായത്തിൽ എഴുതിയിട്ട് 35 ആ മനുഷ്യൻ യോഹന്നാൻ എഴുതിയേക്കുന്നറിയാമോ? ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു, നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. ഞാൻ ഒന്ന് പറയുക, ഒരു വാക്ക് മാറ്റുകയാണ്. നിങ്ങൾ ഉറക്കേണ്ടതിന് ഞാൻ സത്യം പറയുന്നു. അതെന്തെന്നറിയാമോ? അവന്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടതിന്. 2, അവർ കുത്തിയവങ്കലേക്ക് നോക്കും എന്ന തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടതിന്. രാമൻ പറ. കുത്തലും ഓടിക്കലും ഒക്കെ നടക്കുമ്പോ പ്രാർത്ഥിക്കുന്നവന് പറയാനുള്ളത്, തിരുവചനം എനിക്ക് തരുന്ന ഒരു സെർട്ടനിറ്റി ഉണ്ട്, വചനം എനിക്ക് കൈമാറുന്ന ഒരു ഉറപ്പുണ്ട്. അത് ക്രൂശിന്റെ സമീപേ നിന്നുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, കുത്തൽ നടക്കട്ടെ, ഒടിക്കാൻ ആൾ വരട്ടെ, പക്ഷെ എനിക്കൊന്നറിയാം, കുത്തിയവങ്കലേക്ക് നോക്കുന്ന. ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു. നിനക്കെതിരെ കുന്തമെടുത്തവൻ നാളെ നിന്നെ ബഹുമാനത്തോടെ നോക്കുന്ന. ദാവീദേ, നീ കരഞ്ഞോണ്ട് കയറിയ ഒലിവുമല പൂർണ്ണ മഹത്വത്തോടെ ദാവീദ് പുത്രൻ വന്നു ചവിട്ടുന്ന അവിടുത്തെ പാദത്തിന്റെ ശക്തി താങ്ങാൻ കഴിയാതെ 2 പിളരുന്ന മഹത്വത്തിന്റെ ഒരു വരവുണ്ട്. ഒരാമേൻ പറഞ്ഞു, ഒരാമേൻ പറഞ്ഞു. അടുത്ത 2 മിനിറ്റിൽ ആ 3-ാമത്തെ ഭാഗം കൂടെ ഞാൻ പറയാം. യോഹന്നാനെ, നിന്റെ ഉറപ്പെന്താ? ഞാൻ പത്മോസിൽ വെച്ച് കേട്ടതാണ്. When world exiles you, God reveals his glory. നിന്നെ ലോകം തള്ളുമ്പോ, ലോകം നിന്നെ പരീക്ഷയ്ക്കേൽപ്പിക്കുമ്പോ മഹത്വത്തെ നിന്റെ മേൽ വെളിപ്പെടുത്തുന്ന. ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, സ്നേഹിക്കുന്നവൻ ഏകാന്തതയ്ക്കകത്ത് ആമേൻ സ്തോത്രം പത്മോസിൽ കിടക്കുമ്പോ ഈജൻ കടലിടുക്കിൽ ആമേൻ സ്തോത്രം. മറ്റൊരു ദൈവദാസന്റെ പദം കടമെടുത്തു പറഞ്ഞാൽ, തനിക്ക് മുമ്പേ നാടുകടത്തപ്പെട്ട ഭക്തശിവരോമണികളുടെ കബന്ധങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുമ്പോ അവനെ ഏകനായി വിടാൻ മനസ്സില്ലാതെ മഹത്വത്തെ വാരിയുടുത്തെന്റെ നാഥൻ സ്വർഗത്തിലെ ചെയറ് തട്ടി മാറ്റി സ്നേഹിക്കുന്നവൻ ഇരിക്കുന്ന പത്മോസിലേക്ക് വന്നു. എന്നിട്ട് അവിടെ തന്നെ അങ്ങ് വെളിപ്പെടുത്തി. ആമേൻ സ്തോത്രം. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനും മാറത്തു പൊൻകച്ച കെട്ടിയവനുമായ മനുഷ്യപുത്രനോട് സദൃശനായവനെ അവൻ കണ്ടു. അവന് പറയാനുള്ളത്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും. എന്നിട്ട് പറഞ്ഞു, ഒത്തിരി പറയാനുണ്ട് യോഹന്നാനെ, എനിക്ക് ഒത്തിരി പറയാനുണ്ട്. നിന്റെ മാത്രമല്ല നാളുകളിൽ നീ സംവദിക്കുന്ന സകലർക്കും ഉറപ്പ് കിട്ടാൻ എനിക്ക് ചിലത് പറയാനുണ്ട്. എഴുതിയെടുത്തോ. അതാ പത്മോസിലെ വെളിപ്പാട്. ഒറ്റ പദം ഞാൻ ആത്മാവിൽ പറയാം. സഹോദരങ്ങളെ, യെരൂശലേമിന്റെ ശീതളിമയിൽ വെളിപ്പെടാത്ത ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മർമ്മങ്ങൾ ഏകാന്തതയ്ക്കകത്ത് മാറ്റാൻ വെളിപ്പെട്ടു. ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, നീ അനുഭവിക്കുന്ന ഏകാന്തതകളുണ്ടല്ലോ, ഡൊമീഷ്യൻ ഒരുക്കിയതല്ല. നെർവ വരുന്നതിന് മുമ്പ് സമൂഹത്തിന് ഉറപ്പ് കൊടുക്കാൻ എനിക്ക് ചിലത് തരാനുണ്ട്. ഏകാന്തതകളെ ആത്മീക വെളിപ്പാടിന്റെ ആമേൻ പരീക്ഷണശാലകളാക്കാൻ വിളിയുള്ളവരുണ്ടെങ്കിൽ ഇന്നു രാത്രി അടങ്ങിയിരിക്കാതെ പറ, പിശാചേ, എനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ ആരുമനാഥൻ വരും കരങ്ങളെ അടിച്ച് അങ്ങേയറ്റം മുതൽ